നമ്മൾ അടുത്തൊരു എക്സ്പെരിമെൻറ്റ് നമ്പർ 5ൻ്റെ ഭാഗമായിട്ട് OCOC സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ ഡിറ്റർമിൻ ദ ഈക്വലൻ്റ് പാരാമീറ്റർ ആൻഡ് ഈക്വലൻ്റ് സർക്യൂട്ടാണ്. നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ഒരു നോ ലോഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. ഓട്ടോ ട്രാൻസ്ഫോർമർ മിനിമം ആയിരിക്കണം. ആദ്യം ഓട്ടോ ട്രാൻസ്ഫോർമർ വേരി ചെയ്യുക, എന്നിട്ട് എത്ര കറണ്ട് അപ്ലൈ ചെയ്യുക, എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്യുക, നോ ലോഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. നോ ലോഡ് വോൾട്ടേജ് എത്രയായിരിക്കും? നമുക്കിപ്പോൾ കാണിച്ചിരിക്കുന്ന ഏതാണ്? ലോ വോൾട്ടേജ് സൈഡാണ്. അപ്പോൾ 110 അവിടെ കൊടുത്താൽ ആ സമയമുള്ള കറണ്ടും വാട്ട് മീറ്റർ റീഡിങ്ങോ അമ്മീറ്റർ റീഡിങ്ങോ ഒക്കെ മെഷർ ചെയ്യുക. ഇപ്പോൾ സെക്കൻഡറി സൈഡ് ഷോർട്ടഡ് ആണ്, അതായത് ലോ വോൾട്ടേജ് സൈഡ് ഷോർട്ടഡ് ആണ്. ഹൈ വോൾട്ടേജ് സൈഡിലാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് സൈഡിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സപ്ലൈ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ഷോർട്ടഡ് കറണ്ട് കൊടുക്കുക. അതായത് 2000 ഡിവൈഡഡ് ബൈ, അതായത് പവർ റേറ്റിംഗ് ഡിവൈഡഡ് ബൈ 220, 9.1 ആംപിയർ കൊടുക്കുക. ആ സമയത്തുള്ള റീഡിങ്സ് എടുക്കുക. അതൊക്കെ വാട്ട് മീറ്റർ റീഡിംഗ് എടുക്കുക, അമ്മീറ്റർ റീഡിംഗ് എടുക്കുക, വോൾട്ട്. ഇനി എക്സ്പെരിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അറിയേണ്ടത് ഏതാണ് പ്രൈമറി സൈഡ്. നമ്മൾ പ്രൈമറി സൈഡായിട്ട് എടുത്തിരിക്കുന്ന ലോ വോൾട്ടേജിനെയും ഹൈ വോൾട്ടേജിനെ HV സൈഡിനെയാണ് നമ്മൾ സെക്കൻഡറി സൈഡായിട്ടും ഉപയോഗിക്കുന്നത് എന്നർത്ഥം. അതായത് പ്രൈമറി സൈഡ് എന്ന് പറഞ്ഞാൽ സപ്ലൈ എടുക്കുന്ന ഭാഗം, സെക്കൻഡറി സൈഡ് എന്ന് പറഞ്ഞാൽ ലോഡ് അല്ലെങ്കിൽ കറണ്ട് നമ്മൾ എടുക്കുന്ന സൈഡ്. പവർ സപ്ലൈ എന്ന് പറയുന്നത്, പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് 2 kV ആണ് അറിയാം. പ്രൈമറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 110 ആണ്, LV എന്ന് വിളിക്കും. സെക്കൻഡറി വോൾട്ടേജ് 220 ആണ്, HV എന്ന് വിളിക്കും. കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നോ ലോഡ് കറണ്ടിനെ I0 എന്ന് വിളിക്കും. പ്രൈമറി കറണ്ട് കാണാൻ പറഞ്ഞാൽ 2000 ഡിവൈഡ് ബൈ 110 ആണെങ്കിൽ 18.2 ആംപിയർ വരും. സെക്കൻഡറി കറണ്ട് ആവുന്ന സമയത്ത് അത് എത്രയാവും? 9.1 ആയി മാറും. നമുക്ക് K എന്ന് പറയുന്നൊരു വാല്യൂ ആവശ്യമുണ്ട്, അതായത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, അതായത് V2/V1 ആണ്. അതുകൊണ്ട് തന്നെ 220/110 എന്ന് പറഞ്ഞാൽ 2 ആണത്. അപ്പോൾ Kൻ്റെ വാല്യൂ 2 ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് നോ ലോഡ് റെസിസ്റ്റൻസ് R0, പ്രൈമറി റെസിസ്റ്റൻസ് R1. പ്രൈമറി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? പ്രൈമറിയിലുള്ള ഭാഗം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചത് LV സൈഡിലുള്ള റെസിസ്റ്റൻസ് R1, സെക്കൻഡറി സൈഡിലുള്ള റെസിസ്റ്റൻസ് R2. അപ്പോൾ 2 കൊണ്ട് എഴുതുന്നതൊക്കെ ഇപ്പോൾ X2 ആണെങ്കിൽ റിയാക്റ്റൻസ്, പ്രൈമറി റെസിസ്റ്റൻസ്, പ്രൈമറി റിയാക്റ്റൻസ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, 2 അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കാൻ പറ്റില്ല. പ്രൈമറി ആയിട്ട് സെക്കൻഡറി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈക്വലൻ്റ് പ്രൈമറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറിയിലേക്ക് വരുന്നയാൾ അതാരാണ്? പ്രൈമറിയിലേക്ക് വരുന്നത് ആവുമ്പോൾ എന്ത് ചെയ്യും? R2' എന്ന് വിളിക്കും. അതായത് R2/K, അല്ല K². അതുപോലെ തന്നെ ഈക്വലൻ്റ് പ്രൈമറി റെസിസ്റ്റൻസ് ആണ് സാധനം കേട്ടോ. പ്രൈമറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി, ദാറ്റ് ഈസ് R1'. R1 എന്താണെന്ന് അറിയാലോ, അപ്പോൾ പ്രൈമറി തന്നെയാണ്. പക്ഷേ പ്രൈമറിക്ക് ഡാഷ് ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? അതാണ് ശരിക്കും മനസ്സിലാവാൻ അത് താഴ്ത്തു നോക്കി അറിയാം. അതായത് ശരിക്കും പ്യുവറായിട്ട് എല്ലാം പ്രൈമറിയിൽ മാത്രം നിർത്തിക്കൊണ്ടാണ് ഈക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കുന്നതെങ്കിൽ പ്രൈമറിയിലെ റെസിസ്റ്റൻസും സെക്കൻഡറിയിൽ നിന്ന് വരുന്ന റെസിസ്റ്റൻസും ഉണ്ട്. അതാണ് R1 + R2'. എന്തുകൊണ്ട് ഡാഷ് ഇട്ടു? അത് 2 അല്ല, 2 എവിടെ എത്തിയിട്ടുണ്ട്? ഇപ്പം പ്രൈമറിയിൽ എത്തിയിട്ടുണ്ട്. ബൈ K² ചെയ്യണം. ഓക്കെ, ദെൻ അതിന് എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ കയ്യിലുള്ള വാല്യൂ എന്ന് പറയുന്നത് R1ഉം R2 അല്ല ഉള്ളത്, പകരം എന്താണുള്ളത്? R01 ആണ്. എന്താണ് R01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈമറിയിലുള്ള ഫുൾ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ ഇപ്പോൾ സെക്കൻഡറി കണക്കാക്കുമ്പോഴും സെക്കൻഡറിയിലുള്ള ഫുൾ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അത് ഈക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, R1 എന്ന് പറയുന്നത് പ്രൈമറിയാണ്, R01 എന്ന് പറഞ്ഞാൽ പ്രൈമറി അല്ല, പ്രൈമറിയിലെ റെസിസ്റ്റൻസിനോട് കൂടി ആരും കൂടെ ചേർന്നതാണ്, സെക്കൻഡറിയിൽ നിന്ന് വരുന്ന ആളും കൂടെ ചേർന്നതാണ്. അതിനെന്താ പറയുക? ഈക്വലൻ്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് നോ ലോഡ് വാല്യൂവിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നോ ലോഡ് വാല്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നോ ലോഡ് വാല്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്